ഹായ് ഹലോ ഇവിടെ അമ്പലത്തിൽ പൂരം കൊടിയേറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ എന്നും രാത്രി പരിപാടികളുണ്ട്. ഞങ്ങളിന്ന് രാത്രി പരിപാടി കാണാമെന്ന് വെച്ചാൽ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. കുട്ടികൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ കൊടുത്തിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത്. അമ്പലത്തിലെത്തിയപ്പോൾ നട അടച്ചിരിക്കുകയായിരുന്നു. ആളുകളെല്ലാം നട തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിന് ചുറ്റുള്ള ആളുകൾ തന്നെയാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നട തുറന്നു. ദേവീനെ അമ്പലം വലം വെപ്പിക്കുകയായിരുന്നു. അതിൻ്റെ പുറകെ ആളുകളെല്ലാം പോകുന്നുണ്ട്. അമ്മേ നാരായണ ദേവി നാരായണ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവീനെ 3 വലം വെപ്പിച്ച് അമ്പലത്തിനുള്ളിലേക്ക് ആക്കി നട അടച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയം പടക്കം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ദേവൂട്ടി കരയുന്ന, അമ്മ ചെവിയൊക്കെ പൊത്തി കൊടുത്തു. പക്ഷെ ആൾ കരഞ്ഞതൊന്നുമില്ല. ആളതൊക്കെ തട്ടിമാറ്റി സുഖമായി കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാത്രി പരിപാടികൾ തുടങ്ങുകയാണ്. സമയം 7:30 അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലമുണ്ട്. അവിടെയാണ് ഈ പരിപാടി നടത്തുന്നത്. പൂരം ദിവസമാണ് തോന്നുന്നു സ്റ്റേജിൽ പരിപാടിയൊക്കെ. ആദ്യം തന്നെ നടക്കുന്നത് വലിയവരുടെ തിരുവാതിരക്കളിയാണ്. ഇപ്പം നല്ല തിരക്കായിട്ടുണ്ട്. ആളുകളെല്ലാം വട്ടം കൂടി ഇരിക്കുന്നുണ്ട്. ഞങ്ങളൊരു 8:45 തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി. പക്ഷെ ദിച്ചുകുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അവൾ വരുന്നില്ല, അവൾക്ക് ഇനിയും പരിപാടി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല പരിപാടിയായിരുന്നു. കുട്ടികളുടെ പരിപാടി ഉണ്ടായിരുന്നു, വലിയവരുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവളെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോൾ ഞാൻ കുറച്ച് പൊങ്കൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിക്കണം. ഇപ്പോൾ 9 മണി കഴിഞ്ഞു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ദേവൂട്ടി ഇവിടെ ഉറങ്ങിയിട്ടില്ല. ആൾ അമ്പലത്തിൽ പോയപ്പോൾ നല്ല ഉറക്കമായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ആൾ ഭയങ്കര കളിയായി. ഇനി എപ്പോഴാണ് ഉറങ്ങുക എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.